നവകേരള യാത്ര സമാപനം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. അദ്ദേഹം മാധ്യമങ്ങളെ വിചാരണ ചെയ്യുകയാണ്. സർവത്ര കുഴപ്പവും മാധ്യമങ്ങളാണ് വരുത്തിവെക്കുന്നത്. സർവത്ര കുഴപ്പവും എന്നല്ല, ഈ മാധ്യമങ്ങൾക്കൊരു ഗ്രീവൻസ് ഉണ്ട്. അവരുടെ ഒരു പ്രവർത്തകരുടെ പേരിൽ ഗൂഢാലോചന കേസ് എടുത്തു. അതാണ് ആ പത്രസമ്മേളനത്തിലെ ഒരു ഹൈലൈറ്റ്. എനിക്കതിൽ തമാശ തോന്നിയത്, ഗൂഢാലോചന ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്കുക. ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ഉള്ള കാര്യമേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത കാര്യം തെളിയിക്കുന്നത് എങ്ങനെയാണ്? ശിവനും പാർവതിയും തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് തെളിയിക്കാം, കഴിച്ചില്ല എങ്ങനെ തെളിയിക്കും? കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കഴിച്ചില്ല, ഇല്ലാത്ത കാര്യം നമുക്ക് തെളിയിക്കാൻ പറ്റില്ല, ഉള്ളതിനെ തെളിവുണ്ടാവുള്ളൂ. ഇപ്പോൾ ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കേണ്ടത് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെയും ബാധ്യതയാണ്, ആവശ്യമാണ്. അല്ലാതെ ഇതില്ല എന്ന് മാധ്യമങ്ങൾ തെളിയിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ഈ ഗൂഢാലോചന കോംപ്ലക്സ് നേരത്തെ മുഖ്യമന്ത്രിയെ കയറി പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഗൂഢാലോചന കാണും. പുള്ളി സംസാരിക്കുമ്പോൾ മൈക്കൊന്ന് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഢാലോചന. പുള്ളി സംസാരിക്കുമ്പോൾ കൈ അടിച്ചാൽ ഗൂഢാലോചന, കൈ അടിച്ചില്ലെങ്കിൽ ഗൂഢാലോചന. മൈക്കൊന്ന് ഓഫായി പോയാൽ ഗൂഢാലോചന. അത് ഈ വല്ലാത്ത ഇൻസെക്യൂരിറ്റി ഉള്ളിലുണ്ട്, ഭയവുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് മുഴുവൻ ഗൂഢാലോചനയാണ്. ലോകം മുഴുവൻ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. അപ്പോൾ കേന്ദ്രം എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, അവർ പൈസ തരുന്നില്ല, അതില്ല, ഇതില്ല. വീട്ടിൽ പിണറായി വിജയൻ്റെ ഒറിജിനൽ വീട്ടിലുണ്ടല്ലോ, അടുക്കളയിൽ 2 CCTV ഉണ്ടെന്നാണ് ഒരാളെന്നോട് പറഞ്ഞത്. അടുക്കളയിൽ തന്നെ 2 CCTV. ആരെങ്കിലും ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയ്ക്ക് വല്ല വിഷവും കലത്തുകയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ രാപകൽ ആ ഇൻസെക്യൂരിറ്റി ലക്ഷണമാണ് ഈ ഇത്ര വലിയ പോലീസിൻ്റെ ബന്ദോബസ്തും സംഗതിയൊക്കെ. കാരണം സാധാരണ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സെക്യൂരിറ്റി കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് അതിലും വലിയ എസ്കോർട്ടും വാഹനങ്ങളും, ഇത് കൂടാതെ പുറത്ത് DYFI, SFI, CITU സംഘങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. സർവത്ര ഗൂഢാലോചന. അതാണ് ഈ റിപ്പോർട്ടർ ആ വിഷ്വൽ എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു ഗൂഢാലോചന. ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. പോലീസുകാരെന്ത് ചെയ്യും? എടുക്കടാ കേസ് എന്ന് എടുത്തു. പോലീസിന് ഇതൊരു ഹരമാണ്. ഒന്നാമത് ഗൂഢാലോചന എന്താണ് എന്ന് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ മാധ്യമങ്ങൾ ഈ കാണിക്കുന്ന ബഹളമുണ്ടല്ലോ, മാധ്യമങ്ങളും മോശമൊന്നുമല്ല, ഗൂഢാലോചനയൊന്നും അല്ലെങ്കിലും കോൺസ്പിറസി എന്ന് പറയാൻ പാടില്ല, പക്ഷെ ഒരു കൺസെൻസസ് മാധ്യമങ്ങളിലുണ്ട്. ചില ആളുകളെ, ചില സംഘടനകളെ അവർ ഇരുട്ടിലാക്കും. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് അത് റിപ്പോർട്ട് ചെയ്യില്ല. അവർ എന്തൊക്കെ വന്നാലും അവരത് റിപ്പോർട്ട് ചെയ്തില്ല. ഇതൊരു കൺസെൻസസാണ്. ഓരോ തവണയും മറ്റേയാളിൻ്റെ പത്രസമ്മേളനം ഉണ്ട് കേട്ടോ, പോകല്ലേ അവിടെ എന്നൊന്നും പറയണ്ട, അതെല്ലാവർക്കും അറിയാം. അതാണ് ഒരു പരസ്പരം തീരുമാനിക്കുന്നുണ്ട്. അവർ പരസ്പരം ഗൂഢാലോചനയല്ല, ഒരു മുന്നാലോചന, ഒരു പര്യാലോചന, ഒരു അഭിപ്രായ സമന്വയം മാധ്യമങ്ങളുടെ ഇടയ്ക്കുണ്ട്. അത് മലയാള മാധ്യമത്തിൽ മാത്രമാണ് ഇത്ര അധമമായ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇത് നിങ്ങൾക്ക് TV ചർച്ചയിലും കാണാം. ചില പ്രത്യേക ആളുകൾ സംസാരിക്കുമ്പോൾ ഇവർ തടസ്സപ്പെടുത്തില്ല, വേറൊരാൾ സംസാരിക്കുമ്പോൾ നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചില പ്രത്യേക ആളുകളെ ചർച്ചയിൽ അവർ മൈക്ക് ഓഫ് ചെയ്യും. സംസാരിച്ച് വരുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബാക്കി നാട്ടിലെ ചാനലുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അവരതിനു മുമ്പ് വാൺ ചെയ്യും, നിങ്ങളുടെ സംസാരം ഒട്ടും ശരിയല്ല, സഭ്യമായ ഭാഷയില്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വോളിയം ഞാൻ കുറയ്ക്കും, ഇങ്ങനെ ആയാലും ഞാൻ മൈക്ക് ഓഫ് ചെയ്യും. ഇത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ഈ മൈക്കുകളുടെയൊക്കെ സ്വിച്ച് ആങ്കറിൻ്റെ കാലിലാണ് ഇരിക്കുന്നത്, താഴെ. അയാൾക്കറിയാം 1 2 3 4 നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, ആരെയാണ് അയാളങ്ങ് കാല് കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യും. ഈ സ്വിച്ച് ഓഫ് ചെയ്തെന്നുള്ളത് ഈ മനുഷ്യനെ അറിയില്ല. ഇങ്ങനെ ബുദ്ധിശൂന്യനെ പോലെ ഇങ്ങനെ ആംഗ്യം കാണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ ചിരിക്കും. ഇങ്ങനെയൊക്കെ ആളുകളെ അപമാനിക്കുന്ന ഏർപ്പാടൊക്കെ മലയാളം മാധ്യമങ്ങളിലുണ്ട്. ഇനി ഏറ്റവും സീരിയസ് ആയ ഒരു കേസ് ഇവർ തന്നെ അമുക്കിയ കേസ്, ഇവർക്കെതിരെ വന്ന കേസ് ഇവർ അമുക്കിയിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? മാതൃഭൂമി ചാനലിലെ 3 പേരുടെ പേരിൽ കേസുണ്ട്.
UAPA കേസാണ്. UAPA വെറും ഗൂഢാലോചനയൊന്നുമല്ല. എലത്തൂർ കേസിലെ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പോലീസിൻ്റെ വണ്ടി പഞ്ചറായി അതിൻ്റെ വിഷ്വൽസ് കാണിച്ചത് മാതൃഭൂമിയാണ്. ആ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരുടെ പേരിൽ UAPA കേസ് എടുത്തിട്ടുണ്ട്. അത് മാതൃഭൂമി പോലും ഒതുക്കി കളഞ്ഞു. മാതൃഭൂമി മീഡിയ. നിങ്ങൾക്ക് എന്ത് ധാർമ്മികാവകാശമുണ്ട് നിങ്ങൾക്ക് ഒരു കേസിനെ പറ്റി പിണറായി വിജയനോട് സംസാരിക്കാൻ? ശരിയാണ് സാർ, ശരിയാണ്. ഒരു ഐക്യതയില്ല പല കാര്യങ്ങളിലും. മാനേജ്മെന്റ് എനിക്ക് ആ 3 പേരുടെ പേര് എനിക്കറിയാം. പക്ഷേ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് ആ പേര് പുറത്ത് പറയരുത്, അവർ തന്നെ ഭയന്നിരിക്കും. തീർച്ചയായിട്ടും UAPA കേസാണ്. ഇത്ര വലിയൊരു തെമ്മാടിത്തരം അല്ല, അത് പകൽ പോലെ സത്യമാണ് സാർ പറഞ്ഞത്. അത് അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് ഇവിടെ. ആ ചെറുപ്പക്കാർ അവരുടെ ജോലി ആ ന്യൂസ് എന്തുകൊണ്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തു? എന്തുകൊണ്ട് മറ്റു മാധ്യമ പ്രവർത്തകർക്ക് സപ്പോർട്ട് ചെയ്തില്ല? തീർച്ചയായിട്ടും UAPA കേസ് ആയിക്കോട്ടെ. UAPA കേസിൽപ്പെട്ട അലനെയും താഹയും പൊക്കിക്കൊണ്ട് നടക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം പിള്ളേർ UAPA കേസിൽ പെട്ടപ്പോൾ ഇവർ മിണ്ടുന്നില്ല. ആ ചെറുപ്പക്കാർ അവരുടെ ജോലിയുടെ ഭാഗമായി ചെയ്ത് സത്യസന്ധമായ ജോലിയാണ്. അതിൽ ഒരു തെറ്റും പറയാനില്ല. ഇവർക്ക് നേരെ വണ്ടിയില്ല, വഴിയിൽ വണ്ടി കേടാവുന്നു, പിന്നെ പഞ്ചറാവുന്നു. എത്ര മണിക്കൂർ എടുത്തിട്ടാണ് ഇവർ ആ പ്രതി ഇവിടെ കൊണ്ടുവരുന്നത്? എന്നിട്ട് അവർക്കത് ചെയ്ത പോലെ തന്നെ ഒരു പോലീസ് ഓഫീസറെ ഇവർ സസ്പെൻഡ് ചെയ്തു. പോലീസ് ഓഫീസർ P. വിജയൻ സസ്പെൻഡ് ചെയ്തു. ഇത്രയും നല്ലൊരു പോലീസ് ഓഫീസറല്ല അദ്ദേഹത്തിനെ പോലെ. അപ്പോഴൊക്കെ എവിടെ പോയിരുന്നു ഈ മാധ്യമങ്ങൾ? എനിക്കതുകൊണ്ട് എന്നിട്ട് അയ്യോ അഖില നന്ദകുമാറിനെതിരെ കേസെടുത്ത്, വിനയ്ക്കെതിരെ കേസെടുത്തെന്നൊക്കെ പറഞ്ഞ് കരയുന്നു. നിങ്ങൾ കരയാൻ വിധിക്കപ്പെട്ടവരാണ് മലയാള മാധ്യമങ്ങൾ. കാരണം ശക്തൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്. അതേസമയം നിങ്ങളോട് ഒരു ദ്രോഹവും ചെയ്യാത്ത ആളിനെ നിരന്തരം താറടിക്കാനും നിങ്ങൾക്കൊരു സാമർഥ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മാധ്യമങ്ങളോട് നരേന്ദ്രമോദി എന്ന മനുഷ്യന് എന്തു കുറ്റം ചെയ്തിട്ടാണ് ഈ ഇല്ലാ കഥകൾ മുഴുവൻ ഉണ്ടാക്കി ദിവസം ഒരു സ്റ്റോറിയെങ്കിലും അങ്ങർക്കെതിരെ ചെയ്താലേ അവർക്ക് കടക്കപ്രതി ഉണ്ടാവുള്ളൂ? അല്ല സാർ, ഇതിപ്പോൾ കേന്ദ്രത്തിലെ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഉണ്ടായ ഒരു വിഷയമുണ്ടല്ലോ, അതുണ്ടാവും. കാരണം കേരളത്തിലെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ നേതാവായ സിദ്ദിഖാപ്പനാണ്. വേറൊരു UAPA-കാരനാണ്. UAPA കേസിലെ പ്രതിയാണ് സിദ്ദിഖാപ്പൻ. അയാൾ എവിടുത്തെ മാധ്യമ പ്രവർത്തകനാണ്? അയാൾ പണ്ട് ഈ ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പത്രം ഉണ്ടായിരുന്നല്ലോ തേജസ്സിൽ ജോലി ചെയ്തിരുന്നു. തേജസ് പൂട്ടിപ്പോയി. അഴിമുഖം എന്ന് പറഞ്ഞാൽ വെബ് പോർട്ടലിൽ ജോലി ചെയ്തു. അഴിമുഖവും ഇപ്പം ഇല്ല, അവരുടെ പ്രസിദ്ധീകരണം നടത്തുന്നത്. ഇത് പത്രപ്രവർത്തകനാണെന്ന് പറയുക. ഡൽഹി പ്രസ് ക്ലബിൻ്റെ KUWJ-യുടെ ജനറൽ സെക്രട്ടറി ആവുക. എന്നിട്ട് അയാളുടെ കൂടെ 3 വേറെ ഭീകരന്മാരും ഒക്കെ ആയിട്ട് ആഗ്ര അതിർത്തിയിൽ വെച്ച് പിടിക്കപ്പെടുന്നു. അയാളുടെ കയ്യിൽ എന്തോ തെളിവുണ്ടെന്ന് പറഞ്ഞ് ജയിലിലാകുന്നു. അയാൾ പറഞ്ഞതനുസരിച്ച് ഇവിടുന്ന് അതിൻ്റെ ഫൈനാൻഷ്യൽ റൌഫ് ഷെറീഫ് എന്ന് പറഞ്ഞിട്ട് അയാളെ UP പോലീസ് പൊക്കി കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ സിദ്ദിഖാപ്പിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും അവരുടെ നമ്പർ 1 അവർ. ഞാൻ പറയട്ടെ, മനോരമയുടെ തോമസ് ജേക്കബ് അവരുടെ നേതാവാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. മാതൃഭൂമിയുടെ വീരേന്ദ്രകുമാർ നേതാവാണെങ്കിൽ മനസ്സിലാക്കാം. മനോരമയുടെ തന്നെ വിജയചന്ദ്രൻ D. വിജയചന്ദ്രൻ നേതാവാണെങ്കിൽ മനസ്സിലാക്കാം. ഏഷ്യാനെറ്റിൻ്റെ TN ഗോപകുമാറാണെങ്കിൽ മനസ്സിലാക്കാം. ഇവരെക്കാളൊക്കെ ഉയരത്തിൽ TVR ഷേണായിയെയും VK മാധവൻ കുട്ടികളെക്കാളും ഉയരത്തിൽ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത് ഈ സിദ്ദിഖാപ്പനെയാണ്. എന്നിട്ട് കരയുന്നു. തല്ലുകൊണ്ട് കരയണം ഇവർ. അക്കാര്യത്തിൽ ഞാൻ പിണറായി വിജയൻ്റെ കൂടെയാണ്. കാരണം കാലം നീതി നടപ്പാക്കുന്നത് പലപ്പോഴും ക്രൂരന്മാരിലൂടെ ആയിരിക്കും. മനസ്സിലായോ? ഇവർ ചെയ്തതിൻ്റെ പ്രതികാരം കാലം നടത്തുന്നത് പിണറായി വിജയനിലൂടെ ആയിരിക്കും. വേറൊരു സ്റ്റാലിനിലൂടെ ആയിരിക്കും ഇവർക്ക് കിട്ടാനുള്ളത് കിട്ടുക. കാരണം ആ സ്റ്റാലിനും ചീത്തപ്പേരും ഉണ്ടാവണമെന്നും കാലിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന അടി ഇവനിലൂടെ കൊടുത്താൽ ഇവനും ചീത്തയാകും, അവരും ചീത്തയാകും. ഇതാണ് കാലത്തിൻ്റെ തിരിച്ചടി. ഇതിപ്പോൾ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം നമ്മുടെ KBC പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്നെ മുഖ്യമന്ത്രിയെ പോലും അറിയിക്കാതെ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. അത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നത് സുധാകരൻ പറയുന്നതാണ്. പിന്നെ മുഖ്യമന്ത്രിയെ പോലും അറിയിക്കാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, മുഖ്യമന്ത്രിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അറിയിക്കാതെ എന്നല്ല, മുഖ്യമന്ത്രിയെ പോലും ഓവർടേക്ക് ചെയ്തുകൊണ്ട് പലപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറി അത് ചെയ്യാൻ ഇതിലൊക്കെ ഇത്ര വലിയ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ പലതും. ഞാൻ പറയട്ടെ, ഈ 2 ക്യാരക്ടേഴ്സിനെ അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ് സുധാകരൻ.
പിണറായി വിജയൻ്റെയും ഹിസ്റ്ററി മുഴുവൻ സുധാകരൻ അറിയാം, ശശിയുടെയും അറിയാം. അതുകൊണ്ട് ഒരു ആലങ്കാരികമായിട്ടൊക്കെ പറഞ്ഞു പിണറായി വിജയനേക്കാൾ കയറി അടിക്കുന്നു എന്നൊക്കെ. അതിനൊന്നും വലിയ കഥയൊന്നുമില്ല. കാരണം പിണറായി വിജയൻ അറിഞ്ഞിട്ടൊക്കെ ശശിയും ചെയ്യുള്ളൂ. ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അറിയിക്കും, ചിലപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് അറിയിക്കും. ചിലപ്പോൾ പിണറായി ശശിയോട് പറയും മറ്റവരൊന്ന് പൊക്കടാന്ന് പറയും. ഇതൊക്കെ അതിനാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വെച്ചിരിക്കുന്നത്. വൈ ഈസ് കോൾഡ് പൊളിറ്റിക്കൽ സെക്രട്ടറി? അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല, ഓഫീസ് സെക്രട്ടറി അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. രാഷ്ട്രീയം കളിക്കാനായിട്ട് ഒരുത്തിനെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടെങ്കിൽ ഇവർ രണ്ടും ചേർന്ന് രാഷ്ട്രീയം കളിക്കും. പുറത്താണെങ്കിൽ ഫോൺ വഴി, മെസ്സേജ് വഴി ഇതെല്ലാം ചെയ്യും. പിന്നെ ഇവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ ആരാണെന്നുള്ളത് കാണാൻ പാടമാണ്. സുധാകരന് ഇവരെ അറിയാമെന്ന് പറയുന്ന പോലെ ഇവർക്ക് സുധാകരനെ അറിയാം. അപ്പോൾ ആരെ എവിടെ എപ്പോൾ ഒതുക്കണം എന്നൊക്കെ ഉള്ളത് ഒന്നും പറയാതെ തന്നെ ശശിക്കറിയാം. ശശി അത് ചെയ്യും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. സാർ പറഞ്ഞു വരുമ്പോൾ സാറ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന സ്റ്റാലിൻ അദ്ദേഹം തന്നെയാണ് മാധ്യമങ്ങൾ ഈ കണ്ണും പൂട്ടി നേരത്തെ കാണിച്ച പ്രവൃത്തികൾക്ക് അദ്ദേഹം എന്താ തിരിച്ചടി തന്നിരിക്കും. ഇപ്പോൾ സിദ്ദിഖാപ്പൻ്റെ പിറകെ പോയവരെ പിന്നെ അത്രയും വലിയൊരു അതിനുശേഷം ഈ സിദ്ദിഖാപ്പൻ്റെ പുറകെ പിണറായി വിജയനും പോയി. സിദ്ദിഖാപ്പനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് തിരിഞ്ഞു കളിക്കുന്നത്. മുഖ്യമന്ത്രി ഇങ്ങനെ രക്ഷപ്പെട്ട് നടക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് ഈ ലിമിറ്റഡ് പർപ്പസിലാണ്. ഈ കരച്ചിലൊക്കെ അറിയുന്ന മാധ്യമങ്ങൾ അവരുടെ ആൾക്കാർക്കെതിരെ UAP എടുത്തപ്പോൾ മിണ്ടാതിരുന്നു. അതാണ് എൻ്റെ പരാതി. അതെ, ഈ സംഭവങ്ങളൊക്കെ നിസ്സാരമാണല്ലോ. ഈ പെൺകുട്ടി 5ാം പ്രതിയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അവരുടെ കൂടെ കുറ്റക്കാരായവരുടെ 5ാം പ്രതിയായിട്ടാണ് ഈ കുട്ടിയെ ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ നിസ്സാരമായിട്ടൊരു ഡിസ്ചാർജ് പെറ്റീഷൻ കോടതിയിൽ കൊടുത്തു. വിനീത വിജി എന്ന കുട്ടിയുടെ പേര്. ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോകുന്ന സാധനമേ ഉള്ളൂ. മാത്രമല്ല പലതും ഇതിപ്പോൾ FIR ഇടും, കുറേ കഴിയുമ്പോൾ FIR. പക്ഷേ സാർ ഇതിനകത്ത് വേറൊരു കാര്യം സാർ, മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് സോഴ്സുകളെ ഫോൺ ചെയ്യേണ്ടി വരും, അവർക്ക് വാർത്തകൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഗൂഢാലോചന എന്ന് പറയാന്ന് വെച്ചാൽ ഇപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിനൊരു സുരക്ഷിതത്വമില്ലായ്മ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കൂടെയുള്ളവർ പറയുന്നതെല്ലാം കേട്ട് ഇത്തരത്തിൽ ചിലപ്പോൾ സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ കൂടി അതിന് ബലിയാടാവുകയല്ലേ സാർ? അല്ല, അതൊക്കെ കണ്ണുകൂട്ടിയുള്ള ഒരു ഈ പത്രപ്രവർത്തനം. നമ്മൾ ഇത്രയും പറയുമ്പോഴും ഷാജന്റെ വീട്ടിൽ കയറി, ഷാജന്റെ വീട്ടിനകത്ത് കയറി 3.5 മണിക്കൂർ റെയ്ഡ് ചെയ്ത് അയാൾ എന്താ ചെയ്തത്? അയാൾ കുറെ ഈ സർക്കാരിനെതിരെ വളരെ സത്യസന്ധമായി കുറെ വാർത്ത ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പൊ അതൊക്കെ തെറ്റല്ലേ? ഞാൻ പറയട്ടെ, ഈ പത്രപ്രവർത്തനത്തിൽ ഉള്ള റിസ്ക്കാണ് ഇതെല്ലാം. സാർ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ, ഒരു റിസ്ക് ഉള്ളതാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വാർത്ത എഴുതിയാൽ അദ്ദേഹം ഇതൊക്കെ ചെയ്യും. നിങ്ങൾ ചില ഈ സ്റ്റാലിൻ എതിരെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല്ല് കിട്ടും. അല്ല, നമ്മളിപ്പോൾ ഏത് ലോകത്താണ്? ഞാൻ പറയട്ടെ, ഈ ലോകത്ത് നിങ്ങളിത് കാണാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറന്നുപോയിട്ടാണ്. അയ്യപ്പദാസ് ഓർത്ത് നോക്ക്, നക്കീരൻ ഗോപാലനുണ്ട്, നക്കീരൻ ഗോപാലൻ തല്ലി 2 കൈയും കാലും ഓടിച്ചിട്ട് ആശുപത്രിയിലാക്കി ജയലളിതയുടെ ആൾക്കാർ. ബോംബെയിൽ ശിവസേനയുടെ ഒരു പ്രവർത്തകൻ മിഡ് ഡേയുടെ പത്രപ്രവർത്തനത്തിന് ഒറ്റ അടി വെച്ച് കൊടുത്തു. പട്ടാപ്പകൽ ലോക്കൽ ട്രെയിനിൽ വെച്ചാണ് ഒരടി വെച്ച് കൊടുത്തു. എല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങി. വലിയ ആൾക്കാർ, BG വർഗീസ്, നിഖിൽ ചക്രവർത്തി, ഇവരൊക്കെയാണ് ഇറങ്ങിയത്. ആ ബോംബെയിൽ വന്നിട്ട് ശിവസേനയുടെ സേനാ ഭവനെതിരെ സത്യാഗ്രഹമായിരുന്നു. അന്ന് ബാൽ താക്കറെ പറഞ്ഞു, നിങ്ങളിവിടെ വന്നിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, നിങ്ങളൊക്കെ എനിക്കെതിരെ പ്രസംഗിക്കുന്നു, ഞാനൊരു ഓഫർ തരാം, നിങ്ങൾക്ക് ഫ്ലൈറ്റിനുള്ള കാശ് ഞാൻ തരാം, നിങ്ങളൊന്ന് മദ്രാസിൽ പോയിട്ട് ജയലളിതയ്ക്കെതിരെയും ഇതേ സാധനം കാണിക്കണം. കാരണം അവിടെ നക്കീരൻ ഗോപാലിനെ അടിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുക. എൻ്റെ ആൾ നിങ്ങളുടെ ആളിൻ്റെ കരടത്തൊരു അടിയടിച്ചു, ഇതാണല്ലേ നിങ്ങളുടെ പ്രശ്നം. ശരി, സമ്മതിച്ചു, അടിച്ചതാണ്. അവിടെ കയ്യും കാലും തല്ലി ഓടിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നു. ചേട്ടന്മാരെ ഒന്നവിടെ പോകുന്നു പറഞ്ഞു. പോയില്ല, BG വർഗീസ് പോയില്ല. ധൈര്യമില്ല. ഇതൊക്കെ ഈ വാചകം അടിക്കാം എന്നുള്ളത്. സാറ് പറയുന്നത് ഈ ഒരു പുകയിൽ എന്നൊക്കെ പറയുന്നത് കേവലം ഒരു 2-3 ദിവസം കൊണ്ട് ഇതെല്ലാം അങ്ങ് അവസാനിച്ച് വീണ്ടും പത്തി മടക്കി ഈ 2 രീതിയിൽ ഉപയോഗിക്കുക. ഈ എഫ്ഐആറുകൾ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാതെ ചുമ്മാ FIR രജിസ്റ്റർ ചെയ്തു, അവിടെ കിടക്കുന്നു. ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു. പോലീസും അനങ്ങുന്നില്ല, പ്രതികളും അനങ്ങുന്നില്ല, ഇങ്ങനെ പോകുന്നു FIR. വേറൊന്ന്, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ FIR ക്ലോസ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കും മജിസ്ട്രേറ്റിന്, FIR പോയി. ഇങ്ങനെ 2 രീതിയിൽ അവസാനിക്കാം. അതല്ല, ഇവരോട് പിന്നെയും ശത്രുതയുണ്ടെങ്കിൽ ഈ FIR ചൂടാക്കിയിട്ട് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, അറസ്റ്റ് ചെയ്യുക, ഇതുപോലത്തെ നടപടികളിലേക്ക് പോകാം. ഈ 3ാമത്തെ നടപടികളിലേക്ക് സാധാരണ ഇതിലൊരു സർക്കാരും പോകാറില്ല. 1ഉം 2ഉം വെച്ച് അങ്ങ് തീർത്ത് കളയുകയാണ് പതിവ്. പിന്നെ ഇത് ചെയ്യുന്നത്, ഇപ്പം ഞാൻ പറയട്ടെ, ജനൻ TV-യിലെ ഒരു റിപ്പോർട്ടറുടെ പേരിൽ ഗൂഢാലോചനയും കൊലക്കുറ്റവും കൂടെ എടുത്തു എന്ന് വെച്ചോ, ഈ പറഞ്ഞ മീഡിയ മിണ്ടുവോ?
അതും ഒരു ചോദ്യമാണ്. മിണ്ടില്ല. ഞാൻ പറയും, ഈ പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഈ തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട്. അതാണ് ജനം TV, ജന്മഭൂമി, കേസരി, ഈ സംഘപരിവാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവർ കൊള്ളുക. ആ പേരുകാർ മാത്രമൊന്നുമല്ല സാർ, വേറെ ഇപ്പം കൗമുദി ആണെങ്കിലും കേരള കൗമുദി അതിന്റെ സർക്കിൾ വർദ്ധിച്ചു വരുന്നു. അല്ല, അതിപ്പം വലിയേട്ടന്മാരെ ചോദിക്കുമ്പോഴായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അത് ശരിയാണ്. പക്ഷേ സാർ, എങ്കിലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ മാധ്യമപ്രവർത്തനത്തെ, ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇപ്പോൾ 8 വർഷമാകുന്നു. ഈ 8 വർഷത്തിനിടയ്ക്ക് ഒരു എന്താ പറയുക, ഒരു നിരന്തരമായ മാധ്യമവേട്ട അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇന്നൊരു പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ എന്തിനാ, അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്തിനാന്ന് വരെ ഒരു മുഖ്യമന്ത്രി ചോദിക്കുന്നു. സാർ, അതൊക്കെ ഒരു ശബ്ദം ഉയർത്തുന്നത് അവർക്ക് മൈക്കില്ലാഞ്ഞിട്ടാണ്. എന്തായാലും അതുപോലും മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ ഒരു അസസ്മെൻ്റ് എന്താ, നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് വലിയ ബഹളം വെച്ചു, എന്നിട്ട് ഞാൻ അധികാരത്തിൽ വന്നില്ലേ. അപ്പോൾ നിങ്ങളെതിരെ, എനിക്കെതിരെ കുപ്രചരണം നടത്തിയുകൊണ്ടൊന്നും എനിക്ക് അധികാരം നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഈ മെസ്സേജാണ് നിരന്തരം മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ പുല്ലാണ്. അതേസമയം മാധ്യമങ്ങളെ അങ്ങോട്ട് മണിയടിക്കാനായിട്ട് വേറെ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, അത് കാർന്നവരങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം ഈ മാധ്യമങ്ങൾ കവർ ചെയ്തില്ലെങ്കിൽ പൊളിഞ്ഞില്ലേ നവകേരള. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബേസ് തന്നെ പ്രചരണമാണ്, പ്രവർത്തനമല്ല. പ്രചരണം കൊണ്ടാണ് അവരെപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രചരണത്തിന് മാധ്യമങ്ങളില്ലാതെ എങ്ങനെ സാധിക്കും? ഒരു കൈരളി ചാനൽ മാത്രം കൊണ്ട് കാര്യം നടക്കില്ല. അപ്പോൾ അവരെ മറ്റു രീതിയിൽ സൂചിപ്പിക്കാനുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ബ്രിട്ടാസ് ഇതുപോലെ അങ്ങനെ സൂചിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇദ്ദേഹത്തിന് കുറെ കൂടെ ചെവിയിൽ ഓതി കൊടുക്കുന്നത്. അവരൊക്കെ തന്നെയാണ്. അതേന്ന് ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇവർ 24 ന്യൂസിലല്ലേ ഇത് അങ്ങ് സെറ്റിൽ ചെയ്യും. അതിനാണ് സെറ്റിൽമെന്റ്. ഇപ്പം മാധ്യമരംഗത്ത് ഇതൊക്കെ ഒതുക്കി തീർക്കുകയും പറഞ്ഞു തീർക്കുകയും, ഞാനൊരു തെറ്റായ അർത്ഥത്തിൽ പറയുകയല്ല, ഈശാപോഷയൊക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു ക്യാരക്ടർ ജോൺ ബ്രിട്ടാസാണ്. ഇത് സംഭവം കൈവിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ ബ്രിട്ടാസിനെ വിളിക്കുക, അല്ലെങ്കിൽ ബ്രിട്ടാസ് ശ്രീകണ്ഠൻ നായരെ വിളിക്കും. അതങ്ങ് സെറ്റിലായിട്ട് അങ്ങ് പോകും. ഞാൻ പറഞ്ഞില്ല, UAPM 3 പേരുടെ കേസ് മറച്ചു വെച്ച തമ്പരാക്കന്മാരാണ് ഇവർ. എന്തായാലും ഈ കാര്യത്തിന് 2 വശങ്ങൾ ഉണ്ട് എന്ന സ്ഥിതിക്ക് ഇത് എന്തായി തീരും? ഇത് ഒരു ഈ ചക്കളത്തി പോരാട്ടമാണ്. ചക്കളത്തി പോരാട്ടം എന്ന് കഴിഞ്ഞാൽ ചക്കാട്ടുന്ന ആളുണ്ടല്ല, ഈ ആട്ടി എണ്ണ വരുമ്പോൾ ഒരു തോർത്തൊക്കെ ഇരിക്കുന്നു. ഭാര്യ അവിടെ എന്തെങ്കിലും ചീത്ത പറയുകയാണ്, നിന്നെ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തോർത്ത എണ്ണയിൽ മുക്കിയിട്ട് ഇയാൾ കൂടും. അകത്തേക്ക് പോയിട്ട് പനമ്പിൽ 2 ഇട്ടി കൊടുക്കും, ഭാര്യയെ ഇടിക്കുന്ന ഒച്ച. എന്നിട്ട് ഈ തോർത്തൊരു ഉരുളിയിൽ പിഴിയും എണ്ണ. തിരിച്ചു വരും, വീണ്ടും കുറച്ച് നേരം ഏകദേശം എണ്ണയാകുന്ന സമയം ഭാര്യയ്ക്ക് അറിയാം. ഭാര്യ വീണ്ടും 2 ചീത്ത പറയും, ഇയാൾ ഈ തോർത്തും കൊണ്ട് അകത്തേക്ക് കൊടുക്കും. നമ്മൾ ഇവർ ഭാര്യയും ഭർത്താവും എന്തൊരു കഷ്ടം. ഏകദേശം ഒരു 1 കിലോ എണ്ണ ഈ കോപ്രായം നീങ്ങിയത് മാറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ആട്ടുകൂലി വേറെ. ഇതാണ്. അപ്പോൾ ഒരു ചക്കളത്തിപ്പോരായിട്ട് മാത്രമേ ഇതിനെ കണ്ട് മാത്രമേ കാണുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.